എളുപ്പത്തിൽ തകർത്തു കളയാമെന്ന് അമേരിക്ക കരുതിയ ഇറാൻ്റെ മുന്നിൽ കൈകൂപ്പുകയാണ് യഥാർത്ഥത്തിൽ ഇതേ അമേരിക്ക ഇപ്പോൾ. ആഭ്യന്തര കലാപത്തിൽ പോലും ഇറാനിൽ ഇടപെട്ട് നശിപ്പിച്ചു കളയാമെന്ന് കരുതിയതും പാളി. ഇപ്പോഴിതാ ഇറാൻ പറഞ്ഞ സമയത്ത് ചർച്ച നടത്താനാണ് അമേരിക്ക തയ്യാറായിരിക്കുന്നത്. അതുപ്രകാരം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ച ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നാളെ നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി അറിയിച്ചിരിക്കുന്നു. തുർക്കിയിൽ നിന്നും ഈ ചർച്ച മസ്കറ്റിലേക്ക് മാറ്റാനുള്ള ഇറാൻ്റെ നിർദ്ദേശം അത് അമേരിക്ക കൈകൂപ്പി അംഗീകരിക്കുകയായിരുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ലക്ഷ്യമാക്കി വന്ന ഇറാൻ്റെ ഡ്രോൺ അമേരിക്കൻ സൈന്യം ഇന്നലെ വെടിവെച്ചിട്ടിരുന്നു. അങ്ങനെ വെടിവെച്ചിടുകയും അതിന് ബദലായി അമേരിക്കൻ പതാകയുള്ള കെമിക്കൽ ടാങ്കർ പിടിച്ചെടുക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കുകയും ചെയ്ത ശേഷം ഇനിയൊരു ചർച്ച നടക്കില്ല എന്നുള്ള കാര്യമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കാര്യത്തിൽ ഒരു സംശയം നിലനിന്നിരുന്നു. സാധാരണ നമുക്കറിയാം, അമേരിക്ക ഒരു ചർച്ചയ്ക്ക് നിൽക്കണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് വലിയ ലാഭം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വലിയ അപകടം മണക്കണം. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പണി ഉറപ്പാണെന്ന് അങ്ങനെ അമേരിക്ക തിരിച്ചറിയുകയാണ്. ആണവ ചർച്ചയ്ക്കപ്പുറം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും പ്രദേശത്തെ പ്രോക്സി സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ഇതിൽ ചർച്ചയായേക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർണായകമായ ഈ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഒമാനിലെ സഹോദരങ്ങൾക്ക് നന്ദി പറയുന്നതായി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അബ്ബാസ് അരഗ്ചി പറയുകയും ചെയ്തു. ഏതായാലും ഇറാനുമായി നിർണായക ചർച്ചകൾ നടത്തുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനെ തള്ളിക്കളഞ്ഞ അമേരിക്ക അവരുടെ പിന്നാലെ തന്നെ കൂടിയ മട്ടാണ്. തുർക്കിയുമായല്ല, നേരിട്ട് ഇറാനിയൻ പ്രതിനിധികളുമായി തന്നെ ആണവ ചർച്ച നടത്തുകയെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചാൽ അമേരിക്ക തിരിച്ചടി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇറാൻ സംഘർഷം വഷളായത്. അങ്ങനെ ഇറാൻ്റെ ആഭ്യന്തര കാര്യത്തിൽ പോലും ഇടപെടൽ നടത്താനാണ് അമേരിക്ക ശ്രമിച്ചത്. എന്നാൽ അത് വേണ്ടെന്നും അമേരിക്ക അവരുടെ കാര്യം നോക്കട്ടെ എന്നുമാണ് ഇറാൻ്റെ താക്കീത്. അങ്ങനെ ഇറാൻ്റെ വഴികളിൽ തന്നെ വരികയാണ് അമേരിക്ക.